നീ എല്ലാവർക്കും വേണ്ട ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ? അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലാണ്. അത് തമ്മിൽ സംസാരിക്കുന്നവർക്ക് അത് അറിയായിരിക്കും. ഇപ്പം ഇന്നലെ വാങ്ങിച്ചോന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചോ എന്നൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ചോദിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ബൈ ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഫോർ എവ്രി വൺ? എല്ലാവർക്കും വേണ്ട ക്രിസ്മസ് ഗിഫ്റ്റ്സ് നീ വാങ്ങിച്ചോ? അപ്പൊ ഇവിടെ സമയം അവർ തമ്മിൽ സംസാരിക്കുന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ എന്നൊന്നും ഇപ്പൊ ഞാൻ എടുത്ത് പറയായിരുന്നത്. കാരണം ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ചോദിക്കുമ്പോൾ ഡിഡ് യു ബൈ എന്ന് ചോദിച്ചാൽ അവിടെ അവർ സംസാരിക്കുന്നവർക്ക് തമ്മിൽ അത് അറിയാമെങ്കിൽ സമയം ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല. അത് മനസ്സിലാക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഇപ്രാവശ്യം എന്തെങ്കിലും നല്ല ഒരു കാര്യം വാങ്ങിക്കണം, നല്ല ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നോട്ട് യെറ്റ്. നോട്ട് യെറ്റ്. ഐ എം പ്ലാനിങ് ടു ബൈ. ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം പ്ലാനിങ് ടു ബൈ സംതിങ് മീനിങ് ഫുൾ. എന്തെങ്കിലും നല്ലൊരു കാര്യം അങ്ങനെ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ അർത്ഥവത്തായ എന്നാണ്, പക്ഷെ അത് അങ്ങനെ പറയണമെന്നില്ല. നല്ല എന്തെങ്കിലും ദിസ് ടൈം, ഇപ്രാവശ്യം. ഐ എം പ്ലാനിങ് ടു ബൈ സംതിങ് മീനിങ് ഫുൾ ദിസ് ടൈം. അതെന്തായാലും നല്ലതാ. അങ്ങനെയുള്ള ആ ഒരു ചിന്ത വന്നല്ലോ, അതാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഗിഫ്റ്റിനെക്കാളും ആ കൊടുക്കണം, നല്ലത് കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ടില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനാണ് ഇമ്പോർട്ടൻസ്. ദാറ്റ്സ് നൈസ്. അത് നല്ലതാണ്. ഇറ്റ് ഈസ് ദ തോട്ട് ദാറ്റ് മാറ്റേഴ്സ്. ഇറ്റ് ഈസ് ദ തോട്ട്, ആ ചിന്തയാണ് കാര്യമായിട്ടുള്ളത്. ദാറ്റ് മാറ്റേഴ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഇവിടെ അർത്ഥം. ദാറ്റ് മാറ്റേഴ്സ് മീൻസ് അതാണ് പ്രധാനം.